നമസ്കാരം. ഓണം മെഗാ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ മിമിക്രി പഠിക്കാനെത്തിയ ഏലിയൻ കൗതുകമാകുന്നു. ഏലിയൻ കേരളത്തിൽ ലാൻഡ് ചെയ്യേണ്ട ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഞങ്ങൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ലാത്തതിന്റെ പേരിൽ കോഴിക്കോട് യുവാവിന്റെ വിവാഹം മുടങ്ങി. ചെറുക്കന് കണ്ടന്റ് ഇല്ല എന്നതിന്റെ പേരിലാണ് വിവാഹം മുടങ്ങിയത്. നാണക്കേട് കരുതി യുവാവ് നാളെ കണ്ടന്റിനായി പട്ടായിൽ. കണ്ടന്റുമായി തിരിച്ചു വരുന്ന യുവാവിനെ കാത്ത് സോഷ്യൽ മീഡിയ, ഒപ്പം നമ്മളും. വൈറലാവാൻ വേണ്ടി 48 മണിക്കൂർ മഴ നനഞ്ഞ് വൈറൽ പനി ബാധിച്ച് യുവാവ് ഹോസ്പിറ്റലിൽ. പനി ബാധിച്ച് ഹോസ്പിറ്റലിലെത്തിയ യുവാവിനെ കാൽമുട്ടിന്റെ ശസ്ത്രക്രിയ ചെയ്തു ഡോക്ടർ വൈറലായി. ഇപ്പോൾ 2 മുട്ടുകളിൽ 4 ചിരട്ടകളുമായി യുവാവ് തരംഗമാകും. തന്റെ മുട്ടുകൾ ഇപ്പോൾ ഏത് ദിശയിലേക്കും തിരിക്കാമെന്ന് മാധ്യമങ്ങളോട് യുവാവ്. മറ്റൊരു വാർത്തയിലേക്ക്. ആശംസകൾ പറഞ്ഞു വൈറലായ യുവാവ് ഗിന്നസ് ബുക്കിലേക്ക്. 4,50,000 ബർത്ത്ഡേ വിഷസും 2,60,000 വെഡിംഗ് വിഷസും 6,80,000 ഉത്സവാശംസകൾ പറഞ്ഞ് നെടുമങ്ങാട് സ്വദേശി കുട്ടിയകിലാണ് ഗിന്നസ് ബുക്കിലേക്ക് ഇടം നേടുന്നത്. ഓണത്തിന് 1.5 ലക്ഷം ആശംസകൾ പറയാനുള്ളത് കൊണ്ട് 3 ചിത്രങ്ങളാണ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചത്. സിനിമാ വാർത്തകൾ. സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ചിത്രത്തിൽ നിന്നും ഡയാന പിന്മാറി. മേട്ടുക്കടയിലെ ആക്രിക്കടയുടെ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ടാണ് 250 ദിവസം കൊടുത്ത ചിത്രത്തിൽ നിന്നും ഡയാന പിന്മാറിയത്. താരം ഇന്ന് 3 മണിക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി ഓട്ടോ വിളിച്ച് ഉള്ളിവടയും വാങ്ങിച്ച് വീട്ടിൽ പോകും. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത. ഇന്നലെ റിലീസായ ഫോളോവേഴ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ അഭിനയിച്ചത് താനല്ലെന്നും അത് AI ആണെന്നും സൂപ്പർ താരം നോബി മാധ്യമങ്ങളോട് വിളിച്ചു. തനിക്ക് ഇത്ര നന്നായിട്ട് അഭിനയിക്കാൻ കഴിയില്ല എന്നതാണ് അതിനുള്ള തെളിവെന്ന് നോബി മാധ്യമങ്ങളോട് പറഞ്ഞു. കരിയർ ന്യൂസ്. ഈ ചാനലിലേക്ക് ക്യാമറാമാൻമാരെയും റിപ്പോർട്ടേഴ്സിനെയും ആവശ്യമുണ്ട്. കിണറ്റിലേക്ക് എടുത്തു ചാടാനും ക്യാമറയും കൊണ്ട് ഹുസൈൻ ബോൾട്ടിനെക്കാളും വേഗത്തിൽ ഓടാനും കഴിയുന്നവർക്ക് മുൻഗണന. ഇനി കഴിവില്ലാത്തവർ വിഷമിക്കേണ്ട. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുവാൻ കഴിയുന്നവർക്കും ഈ ചാനലിൽ മുൻഗണന. സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ചിട്ടുള്ളവർക്ക് പ്രധാന വാർത്താ അവതാരകനാവാനുള്ള അവസരം. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. ഇനി മെഗാ ചാർജ് ഇവന്റിൽ ഓണം പ്രമാണിച്ച് ജോണിന്റെ സ്റ്റാൻഡപ്പ് കോമഡി. ഹായ്, ഞാൻ ജോൺ ജോ. കഴിഞ്ഞ ദിവസം ആലുവയിൽ ഒരു മോഷണം നടന്നു. നാട്ടുകാർ പോലീസുകാരെ വിളിച്ച് പറഞ്ഞു കടയിൽ കള്ളം കയറി തങ്കം മുഴുവൻ പോയിന്ന്. പോലീസുകാർ ആദ്യം അന്വേഷിച്ചത് ഇത് ഏത് ജ്വല്ലറിയിലാണ് മോഷണം നടന്നതെന്ന്. അന്വേഷണത്തിനൊടുവിലാണ് മനസ്സിലായത് മോഷണം നടന്നത് ജ്വല്ലറിയിലല്ല, സ്റ്റേഷനറി കടയില. തങ്കം വെളിച്ചെണ്ണയാണ് 30 പാക്കറ്റ്. ഇത് ഞാനൊരു തമാശ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞൊരു കഥയല്ല. ഇത് കഴിഞ്ഞ ദിവസം ആലുവയിൽ ശരിക്കും നടന്നതാണ്. ഒരു കടയിൽ നിന്ന് 30 പാക്കറ്റ് വെളിച്ചെണ്ണ കള്ളം കട്ടുകൊണ്ട് പോയി. ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രശ്നം ഇതാണ്. എന്താണ് സീരിയസ്, എന്താണ് തമാശ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം എന്റെ ഒരു കൂട്ടുകാരൻ ഒരു സിനിമയ്ക്ക് പോയിട്ട് അവ ഇറങ്ങിയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു കൂറപ്പടന്ന്. ഞാൻ ചോദിച്ചു ഒട്ടും കൊള്ളില്ലെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു 2 നാഷണൽ അവാർഡെങ്കിലും കിട്ടുന്നത്. നാഷണൽ അവാർഡ് പണ്ട് സീരിയസ് ആയിരുന്നു, ഇന്ന് പലർക്കും അത് തമാശയാണ്. പണ്ടൊരു സിനിമയില് ശ്രീനിവാസൻ സാറ് ഒരു തമാശ സീനിൽ പറഞ്ഞു നായിക കുളത്തിലേക്ക് ചാടുകയാണല്ലോ, ക്യാമറയും കൂടെ ചാടത്തേന്. പക്ഷെ നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലുകാർ അത് സീരിയസ് ആയി എടുത്തു. ഗോവിന്ദചാമി കിണറ്റിലേക്ക് ചാടുകയാണല്ലോ, ക്യാമറാമാനും ചാടട്ടെ. ചാമി ചാടുന്നതിന് മുമ്പ് ചാടിയ ക്യാമറാമാന് കിട്ടിയ വിഷ്വൽസ് മുഴുവൻ ലോ ആംഗിൾ ആയിരുന്നു. ക്യാമറാമാൻ പറഞ്ഞു ജയിലിൽ ഷെഡ് നിർബന്ധമാക്കണം. ടെക്നോളജി ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ന്യൂസ് ചാനലുകാരാണ്. അതിർത്തിയിൽ വെടിവെപ്പ്. ഈ ന്യൂസ് റീഡർ ന്യൂസ് റൂമിൽ ഇരുന്ന് വായിക്കുന്നത് വെടിയുണ്ടയുടെ മുകളിൽ ഇരുന്നിട്ടാണ്. ടെക്നോളജി അത്ര ഡെവലപ്ഡ് ആണ്. ന്യൂസ് ചാനൽ പോലും ഇത്ര എന്റർടൈനിങ് ആയപ്പോ ഏറ്റവും കഷ്ടപ്പെടുന്നത് ഇപ്പൊ സിനിമാക്കാരാണ്. സിനിമാക്കാർക്ക് ഏറ്റവും പേടിയുള്ള ഒരു വാക്കാണ് ലാഗ്. സിനിമാ സംവിധായകർക്ക് ഏറ്റവും പേടിയുള്ള ഒരു വാക്ക് ലാഗ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, 60 സെക്കൻഡ് ഷോർട്സും റീൽസും കണ്ട് 24 മണിക്കൂറും എന്റർടൈൻഡ് ആയിട്ടുള്ള ഒരു യുവജനതേനെ എങ്ങനെയാണ് 2 മണിക്കൂർ ലാഗ് ഇല്ലാതെ തിയേറ്ററിൽ ഇരുത്താന്നാണ് ഇവർ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് യുവാക്കൾ മാത്രമാണ് ഈ റീൽസും ഷോർട്സും ഒക്കെ കാണണമെന്നുള്ളതിന്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വരാൻ വൈകി അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു അച്ഛന്റെ ഒടുക്കത്തെ പ്രസംഗം ഫസ്റ്റ് ഹാഫ് ലാഗായിരുന്നു. എന്റെ അമ്മ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമ്മ ഷോർട്സും റീൽസും കാണുന്നുണ്ട്. പക്ഷെ ഈ ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും വലിയൊരു ചതിക്കുഴി ഞാൻ എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തി കൊടുത്തു. ഓൺലൈൻ ഷോപ്പിംഗ്. വീട്ടിലേക്ക് വേണ്ട പയറ്, പരിപ്പ്, കടല, സകല സാധനങ്ങളും ഞാൻ ഓർഡർ ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ വീട്ടിലേക്ക് വന്നപ്പോ ഈ ആപ്പ് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ അഭിമാനത്തോടുകൂടി എന്റെ അമ്മ എന്നെ നോക്കി.
എന്നിട്ട് മോനെ ഇന്നത്തെ കാലത്ത് എല്ലാം ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല അമ്മേ, ഇത് മേടിക്കാനുള്ള പൈസ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടൂല, പൈസക്ക് നമ്മൾ ഇന്നും ഓഫ്ലൈനിൽ പണിയെടുക്കണം. സംഗതി ഞാനത് അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇന്ന് വലിയൊരു തോതിൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് ഓൺലൈനിലാണ്. പണ്ട് നമ്മുടെ കേരളത്തിന്റെ നാണ്യവിള കുരുമുളക്, ഏലം, കരയാമ്പുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ പ്രധാന നാണ്യവിള യൂട്യൂബാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കണം വരെ വ്ളോഗ് ചെയ്ത് ഡോളറിലാണ് സമ്പാദിക്കുന്നത്. ഈ യൂട്യൂബിനെ കുറിച്ച് പറയുമ്പോൾ യൂട്യൂബിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് യൂട്യൂബിലെ വാർത്താ ചാനലുകളാണ്. ഈ ചാനലുകളെല്ലാം തന്നെ കൂടുതലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് നടത്തുന്നത്. ഇവര് ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിഷ്കളങ്കമായ ഒരു വാർത്തയിൽ പോലും കുൽസിതം കണ്ടുപിടിക്കാന്നുള്ളതാണ്. 4 വയസ്സുകാരൻ ടിൻഡുമോൻ അവന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നുള്ളത് ഈ വാർത്താ ചാനലിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വരുന്ന ടൈറ്റിൽ ഇതായിരിക്കും: മാതാപിതാക്കൾ നോക്കി നിൽക്കിയ 4 വയസ്സുകാരൻ കത്തി കൊണ്ട് ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഓൺലൈൻ ന്യൂസ് ചാനലുകളെക്കാളും ഒരുപാട് കളർഫുള്ളാണ് ടിവിയിലെ ന്യൂസ് ചാനലുകൾ. കുറച്ച് ബഹളം. ഈ ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഞെട്ടിയാണ് എഴുന്നേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 6 മണിക്ക് തുടങ്ങി എന്റെ അപ്പനും വോട്ടെണ്ണി തുടങ്ങും. കോട്ടിട്ട 3 ആൾക്കാർ കൂടിയാണ് ഈ വോട്ടെണ്ണൽ പരിപാടി ടിവിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെടുത്താലും 10 എന്നൊരു ആവേശത്തിലാണ് ഇവര് വിറ്റുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചില സമയത്ത് തോന്നുന്നു ഞാൻ ഇന്നലെ ഉറങ്ങിയത് മാർക്കറ്റിലാണ് തോന്നുന്നു. ഈ ന്യൂസ് ചാനലിലെ ന്യൂസ് റീഡർമാരുടെ ഈ ആവേശം കാണുമ്പോൾ എനിക്ക് തോന്നാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മിക്കവാറും ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം ഇവർ ഓരോരുത്തരായിട്ട് ഒരു ബക്കറ്റിൽ തലമുക്കി പിടിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ നേരം ബക്കറ്റിൽ വെള്ളത്തിൽ തലമുക്കി പിടിക്കുന്ന ആളെ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കാൻ വിടും. ഇടത്തരം വായുബലുള്ള ആളെ രാത്രിയിലത്തെ ചർച്ചയ്ക്ക് വിടും. തീരെ വായുബലം ഇല്ലാത്തവരെ ഫീൽഡിലേക്ക് വിടും. അവരാണ് ഈ ഫീൽഡിൽ ചെന്നിട്ട് അഭിലാഷ് എന്ന് പറഞ്ഞ് ഇവര് വിൽക്കാതെ പറയുന്ന ഒരേ ഒരു സംഭവമേ ഉള്ളൂ: ക്യാമറമാൻ സുഭാഷിനൊപ്പം അഭിലാഷ്. ഈ ന്യൂസ് റീഡർമാരിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ന്യൂസ് റീഡറാണ് ആഷ്മി. ഞാൻ ചില സമയത്ത് ആലോചിക്കും ഈ ആഷ്മിയുടെ പോലെയൊക്കെ ആവാൻ പറ്റുമെങ്കിൽ. ആള് മലയാളം കൊണ്ട് ഇങ്ങനെ കളിക്കണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കൊതിയാവും. ആഷ്മിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ആളതൊരു കഥാപ്രസംഗമാക്കിയിട്ട് തരും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കണക്കിന് വട്ടപൂജയാണ്. മാസ്റ്റർ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും, വീട്ടിൽ ചെന്ന് അമ്മയുടെ നിന്ന് ചീത്തയും കിട്ടും. അപ്പൊ ഞാൻ ആലോചിക്കും അന്നൊക്കെ ഞാൻ ആഷ്മിയെ പോലെ ആയിരുന്നെങ്കിൽ നിന്ന് ഈ മാത്സ് പരീക്ഷയ്ക്ക് വട്ടപൂജ്യം മേടിച്ചിട്ട് അമ്മയുടെ നിന്ന് ചീത്തയും കിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോണ സമയത്ത് ഞാൻ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയും: എഴുതി കൊടുത്ത ഉത്തരക്കടലാസിലെ അക്കങ്ങൾ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗണിച്ചും നോക്കിയ ഗണിതാധ്യാപകൻ ടോപ്പ് കോർണറിൽ എഴുതി വട്ടപൂജ്യം. വിഷമം തോന്നിയില്ല. എന്റെ പൃഷ്ഠത്തിൽ പതിച്ച അദ്ദേഹത്തിന്റെ ചൂരൽ ഒരു തരിമ്പ് പോലും എന്നെ നോവിച്ചില്ല. എങ്കിലും സ്ത്രീയെ മാതൃത്വം തുളുമ്പേണ്ട നാവിൽ നിന്നും വർഷിച്ച ശകാരശരങ്ങൾ ആഴ്ന്നിറങ്ങിയത് ഈ ഹൃദയത്തിന്റെ അടിത്തട്ടിലാണ്. ശരിയാണ്, ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. അതിൽ നിങ്ങളുടെ പുത്രൻ സംപൂജനാണ്. അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും അപമാനിക്കാതിരുന്നു. ഉണങ്ങിയ തുണികൾ മടക്കി വെക്കുന്ന അളമാരി ഷെൽഫിന്റെ ഉള്ളിൽ ഞാനും കണ്ടിട്ടുണ്ട് ഒരു മാർക്ക് ലിസ്റ്റ്. അതിലുമുണ്ട് ഇതിലും മുഴുത്ത 4 പൂജ്യങ്ങൾ. പരാതികളില്ല, പരിഭവങ്ങളില്ല, ഇടനെഞ്ചിൽ ഒരു നീറ്റൽ മാത്രം. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുകയില്ല, നിങ്ങൾ ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ദാറ്റ്സ് മൈ ടൈം. താങ്ക് യു. ജോൺ ആക്ച്വലി ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. പക്ഷെ തുടങ്ങിയത് ഇവിടെ അമൃത ചാനലിനാണ് അല്ലേ? അതെ, ഫസ്റ്റ് എപ്പിസോഡ്. ജോൺ ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സ്വന്തം സ്ക്രിപ്റ്റഡ് ആണ് അല്ലെങ്കിൽ ആരെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെയാണ് ഇവിടെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നതാണ്. സ്വന്തമായിട്ട് ചെയ്യുന്നത്. ജോണിന്റെ വീട് എവിടെയാ? എന്റെ വീട് തൃശ്ശൂര്. അല്ല, ജോൺ ഭയങ്കര ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെയാണ് സംസാരിക്കുന്നത്. ബിക്കോസ് സത്യം, ബിക്കോസ് നിങ്ങളുടെ പ്രായം കണ്ടാലും അല്ല നിങ്ങളുടെ ഒരു ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ അല്ലല്ല, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പ്രസാദേട്ടന്റെ പ്രായമൊന്നും ഉണ്ടാവും. എത്ര വയസ്സുണ്ട് ജോൺ? എത്ര വയസ്സുണ്ട്? എനിക്ക് 37. ഛേ, അതൊന്നുമില്ല, എന്നെക്കാളും കുറച്ച് കുറവാ. എന്ത് ചെയ്യും? ഞാന് സ്റ്റാൻഡപ്പ് കോമഡി തന്നെ, അല്ലാതെ ജോലി എന്തെങ്കിലും? വേറെ ജോലിയൊന്നും അപ്പൊ ഇത് തന്നെ ഞാൻ ചാനലും ഇത്. വെരി ഗുഡ്, വെരി ഗുഡ്. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി. 37 എന്നല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ്. ഭയങ്കര എല്ലാവർക്കും ഏത് ഏജ് ഗ്രൂപ്പിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇത്. ആക്ച്വലി കോമഡി എന്ന് ഞാൻ പറയില്ല, ഇറ്റ്സ് ആക്ച്വലി റിയാലിറ്റി ഇൻ എ വെരി പാരഡി ഫോം. ഇതൊരു സറ്റയർ ആണ് ശരിക്കും പറഞ്ഞാൽ, ആനുകാലികതയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലൈഫ് ഉണ്ട്, യെസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ. താങ്ക് യു. പ്രത്യേകിച്ച് ഒരു കൈഡി തരേണ്ടത് ക്ലൈമാക്സ്. ഹാഷ്മിയുടെ ക്ലൈമാക്സ് ഉഗ്രം തോട്ടാണ് കേട്ടോ, അടിപൊളി. ജോൺ ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു. താങ്ക് യു സോ മച്ച്.
Take it,